ഓക്കെ, നമ്മുടെ വൊക്കാബുലറി ക്ലാസ്സിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആൻ്റണിംസ് ആൻഡ് സിനോണിംസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 10 വേർഡിൻ്റെ ഫാമിലീസിനെ പഠിച്ചു അല്ലേ? 10 ഫോക്കസ്ഡ് വേർഡ്സുകൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളിത് 11ാമത്തെ വേർഡിലേക്ക് കിടക്കുകയാണ്. കറക്റ്റ്. എപ്പോഴും പരീക്ഷകൾ ചോദിക്കുന്ന ഒരു വേർഡാണ് കറക്റ്റ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഉചിതമായിട്ടുള്ളത്, കൃത്യമായിട്ടുള്ളത്, ശരിയായ രീതി, ശരിയായിട്ടുള്ളത് എന്നാണ്. ഓക്കെ, അതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്ന വാക്കുകളാണ് ആക്യുറേറ്റ്. ആക്യുറേറ്റ് വളരെ കൃത്യമായിട്ടുള്ളത്, ആക്യുറേറ്റ് ആക്യുറേറ്റ്. പിന്നെ ട്രൂ സത്യമായിട്ടുള്ളത്, അതുപോലെ പ്രോപ്പർ, പ്രിസൈസ്. പ്രിസൈസ് വളരെ കൃത്യമായ, പ്രിസൈസ്ലി എന്നൊക്കെ നമ്മൾ പറയില്ല, പ്രിസൈസ്. പിന്നെ റെക്ടിഫൈ എന്ന് പറയുന്നത് ഇതൊരു റെക്ടിഫൈ ഉചിതമായ, കൃത്യമായ, ശരിയായ എന്ന രീതിയിലും ശരിയാക്കുക എന്ന രീതിയിലും വെർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ്. അപ്പോൾ കറക്റ്റിൻ്റെ സിനോണിംസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്യുറേറ്റ്, ട്രൂ, പ്രോപ്പർ, പ്രിസൈസ്, റൈറ്റ്, റെക്ടിഫൈ എന്നിങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാമോ? ആദ്യം ഒന്ന് വായിക്കാമോ? സർ, കറക്റ്റിന്റെ സിനോണിംസ് ആക്യുറേറ്റ്, ട്രൂ, പ്രോപ്പർ, പ്രിസൈസ്, റൈറ്റ്, റെക്ടിഫൈ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഊഹിച്ച് പറയാമോ? ആദ്യം ഒരു വാക്ക് കറക്റ്റിൻ്റെ. ഫാൾസ്. ഫാൾസ്. കറക്റ്റിൻ്റെ ആകുമ്പോൾ ഇൻകറക്റ്റ് അല്ലേ? ഇൻകറക്റ്റ്. യെസ്. പിന്നെ റോങ്, ഇംപ്രോപ്പർ, ഫാൾസ് ആൻഡ് ഇനാക്യുറേറ്റ്. അപ്പോൾ ഫാൾസും വരും. വെരി ഗുഡ്. ഇനാക്യുറേറ്റ്, ആക്യുറേറ്റ്, ഇനാക്യുറേറ്റ് അല്ലേ? ഇവിടെ നമ്മൾ ആക്യുറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇനാക്യുറേറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ കറക്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ് ഇൻകറക്റ്റ്, റോങ്, പ്രോപ്പർ, ഫോൾസ്, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. കറക്റ്റിൻ്റെ സിനോണിംസ് ആണ് ആക്യുറേറ്റ്, ട്രൂ, പ്രോപ്പർ, പ്രിസൈസ്, റൈറ്റ് ആൻഡ് റെക്ടിഫൈ. ഓപ്പോസിറ്റ് ഇൻകറക്റ്റ്, റോങ്, ഇംപ്രോപ്പർ, ഫോൾസ്, ഇനാക്യുറേറ്റ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഒന്നാമത്തെ ചോദ്യത്തിൽ മീനിങ് ഓഫ് റെക്ടിഫൈ ഈസ്. മീനിങ് ഓഫ് റെക്ടിഫൈ കറക്റ്റ്. കറക്റ്റ്, കറക്റ്റ് അല്ലേ? ഇവിടെ കറക്റ്റ് അല്ലേ? റെക്ടിഫൈ ഇവിടെ കറക്റ്റ്. വെരി ഗുഡ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, വിച്ച് വൺ ഈസ് ദ സിനോണിം ഓഫ് കറക്റ്റ്? പറഞ്ഞു. പ്രിസൈസ്. പ്രിസൈസ്, പ്രിസൈസ്, പ്രിസൈസ്. ഓക്കെ, ഗുഡ്. സാർ, അവിടെ ട്രൂ, സോറി സാർ, നോട്ട് എ സിനോണിം. സോറി. വെരി ഗുഡ്, വെരി ഗുഡ്. തെറ്റിപ്പോയല്ലോ, തെറ്റിപ്പോയല്ലോ. ഏതാ ഉത്തരം? തെറ്റല്ലേ? ഉത്തരം പറ. ഇൻകറക്റ്റ്, ഇൻകറക്റ്റ്. പ്രിസൈസ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സിനോണിം ആണ്. പിന്നെ ട്രൂ സിനോണിം ആണ്, പ്രോപ്പർ സിനോണിം ആണ്. ഓപ്പോസിറ്റ് വരുന്ന എന്താ? ഇൻകറക്റ്റ്, ഇൻകറക്റ്റ്. അപ്പൊ നോട്ട് എ സിനോണിം എന്നാ പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് ആന്റോണിം ആണ് അല്ലേ? ആന്റോണിം. ക്ലാസ്സിൽ കുറച്ച് പേര് ഉണ്ട് ഇല്ലേ താഴെ? ഞാൻ ആദമിന് മാത്രമാണല്ലോ. നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നതിനൊക്കെ ഒന്ന് വന്നേ. ഓക്കെ, ഞാൻ വിചാരിച്ച ആദം മാത്രമേ ക്ലാസ്സിലുള്ളൂ, താഴെയുള്ളവർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അടുത്തത് 63ാമത്തെ ചോദ്യത്തിന് ഉത്തരം ആദം. ചൂസ് ദ കറക്റ്റ് ആന്റോണിം ഓഫ് ദ വേർഡ് കറക്റ്റ്. ഇൻകറക്റ്റ്. ഓപ്ഷൻ സി. പറയാൻ പറ്റാത്തവർ അവിടെ കമന്റ് ആയിട്ടെങ്കിലും ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ന് പറഞ്ഞ സംഗതിയുടെ ആന്റണിയുമായി ചോദിച്ചിരുന്നു. ആന്റണിയും സ്വാഭാവികമായി ഇൻകറക്റ്റ്. അപ്പോൾ ഈ വിഭാഗത്തിൽ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ മാർക്ക് വാങ്ങിച്ചിരിക്കും, നോ ഡൗട്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഷാലോ ആണ്. ഷാലോ എന്ന് പറഞ്ഞാൽ ആഴം കുറവുള്ളത് എന്നാണ്. ഓക്കെ, ഭവ്യ എന്താ മാറിയിരിക്കുന്ന? സ്റ്റേജിലേക്ക് പോവാ. എനിക്കറിയാം ആദമിനോട് മാത്രം ചോദിച്ചാൽ ആദമിന് ബോറടിക്കൂലേ? ഷാലോ ആഴം കുറഞ്ഞ, ഉപരിപ്ലവമായ, ബുദ്ധി കുറഞ്ഞ എന്നൊക്കെ അർത്ഥമുണ്ട്. വിവരവും ബുദ്ധിയും കുറഞ്ഞ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാ വിളിക്കാം? ഷാലോ എന്ന് വിളിക്കാൻ സാധിക്കും. ഷാലോ, ഷാലോ കേട്ടോ. ഓക്കെ, സിനോണിംസ് ആയിട്ട് വരുന്നവ ഏതൊക്കെയാ? സൂപ്പർഫിഷ്യൽ വരും, സൂപ്പർഫിഷ്യൽ. ആൻഡ് ഷോൾ വരും, ഷോൾ. ഡെപ്ത്ലെസ് വരും. ഷോൾ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഫിഷ് ഇല്ലേ, മീനുകളുടെ കൂട്ടത്തിന് നമ്മൾ ഷോൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു ഷോളും കൂടി ഉണ്ട്. ഈ ഷോളിന്, ഇവിടുത്തെ ഷോളിന് ആഴം കുറഞ്ഞ എന്നാണ് അർത്ഥം. ഡെപ്ത്ലെസ് ആഴമില്ലാത്ത, സൂപ്പർഫിഷ്യലായ, ഉപരിപ്ലവമായ, സൂപ്പർഫിഷ്യൽ.
അതിൻ്റെ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും ഭയങ്കര പ്രൊഫൗണ്ട്, അഗാധമായ, ഡീപ്പ്, അല്ലേ? ഇത് രണ്ടുമാണ് ഷാലോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകൾ. ഓക്കെ, ആരും വന്നിട്ടില്ല. ആദം തന്നെയുള്ളൂ. ആദമേ, ഏതൊക്കെയാണ് ഷാലോയുടെ സിനോണിം? സൂപ്പർഫിഷ്യൽ, ഷോൾ, ഡെപ്ത്ലെസ്. സൂപ്പർഫിഷ്യൽ, ഷോൾ, ഡെപ്ത്ലെസ്. സൂപ്പർഫിഷ്യൽ, ഷോൾ, ഡെപ്ത്ലെസ്, അല്ലേ? ഗുഡ് 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 ഗുഡ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ, മൊത്തം ഒന്ന് വായിച്ചേ. In the following sentence, out of the given alternatives, choose the one which best expresses the meaning of the underlined word. His performance in the office is quite superficial. Sir, option B, shallow. എങ്ങനെയാ? Shallow. Option B, shallow. ഷാലോ. ഏതിൻ്റെ സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനനിമാ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അതെ. ആ കറക്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സിനനിംസ്. ഓക്കെ, നമ്മളെ ഭവ്യ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ആദം തന്നെ പറ. ഫൈൻഡ് ഔട്ട് ദ ആന്റണിം ഓഫ് ഷാലോ. Find out the anonym of shallow. Deep. ഡീപ്പ്, അല്ലേ? ആഴം കുറവുള്ളത് ഷാലോ, ആഴം കൂടുതലുള്ളത് ഡീപ്പ്, അല്ലേ? ഡീപ്പ്. ഓക്കെ, വെരി ഗുഡ്. അൻകുമാർ ഓൾസോ വെൽക്കം ടു ദി സെഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ബാബി പറഞ്ഞേ. Antonym of shallow, deep. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ ഗിവൺ വേർഡ് ഷാലോ. ആന്റണിം ഏതാ? ഡീപ്പ്, അല്ലേ? ഡീപ്പ്. ബി. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് പറഞ്ഞു ഭവ്യ. ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ദ ഷാലോ. ഓപ്പോസിറ്റ് ഷാലോ, ഡീപ്പ്. എത്ര തവണ പല പല പരീക്ഷകളിലും, അല്ലേ? LDC പത്തനംതിട്ട, തൊട്ടുമ്പത്തത് SSCക്ക് ചോദിച്ചാണ്, കണ്ടോ? ഓക്കെ, വീണ്ടും LDC പത്തനംതിട്ട. ഇത് റിപ്പീറ്റ് ആണ്. ഓക്കെ, റിപ്പീറ്റ്. ഡീപ്പ്. യെസ്. അടുത്തത് ആദം. Sir. Each item in this section consists of sentence with an underlined word followed by 4 words. Sir, option D. ഓപ്പോസിറ്റ് ആ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് അണ്ടർലൈൻഡ്. ഏതാണ് പ്രൊഫൗണ്ടിന്റെ ഓപ്പോസിറ്റ്? സൂപ്പർഫിഷ്യൽ. ഓപ്ഷൻ ഡി ആണോ? അല്ല, സൂപ്പർഫിഷ്യൽ. ഡി, അല്ലേ? ഗുഡ്. ഓപ്ഷൻ ഡി. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ അടുത്ത വേർഡിലേക്ക് പോകാം. ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, നിർമ്മണം, സുഗന്ധം എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. നിർമ്മണം, സുഗന്ധം, ഫ്രാഗ്രൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിനോണിമായിട്ട് നമുക്ക് സെൻറ്റ് വരും, അല്ലേ? നല്ല മണം, സെൻറ്റ്. പിന്നെ പെർഫ്യൂം വരും, സ്വാഭാവികമായും അരോമ വരും. ഓഡർ, ഗന്ധം എന്നതിൽ ഓഡർ വരും. അപ്പൊ ഏതൊക്കെയാ ഭവ്യ ഇതിന്റെ സിനോണിംസ്? ഫ്രാഗ്രൻസിന്റെ സിനോണിംസ് ഏതൊക്കെയാ? സെന്റ്, പെർഫ്യൂം, അരോമ, ഓഡർ. അല്ലെ? ഓഡർ എന്ന് പറഞ്ഞാൽ ഗന്ധം. ഓക്കെ, അപ്പൊ ഈ സുഗന്ധം, നിർമ്മണം, ഫ്രാഗ്രൻസ്, സെന്റ്, പെർഫ്യൂം, അരോമ, ഓഡർ. ഓക്കെ, അതിന്റെ ആന്റണിം എന്താണ്? ഭവ്യ പറ. സ്റ്റെഞ്ച്. ഭയങ്കര ദുർഗന്ധം. അതുപോലെ വേറെ വട സ്റ്റിങ്ക്. സ്റ്റെഞ്ചും സ്റ്റിങ്കും, ദുർഗന്ധം, നാറ്റം. ഓക്കെ, പിന്നെ ഓർഡർ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് മാലോഡർ വരും. ഓക്കെ, യെസ്, ഓർഡർ, മാലോഡർ. പിന്നെ ഓക്കെ, ഫെറ്റീഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഫെറ്റീഡ്, ദുർഗന്ധം. ഇത് അങ്ങനെ അധികം കാണാറില്ല, എങ്കിലും ചിലപ്പോൾ ചോദിച്ചാലോ. ഫെറ്റീഡ് എന്താ വേർഡ് ഒന്ന് പറഞ്ഞ ഭവ്യ? സ്റ്റെഞ്ച്, സ്റ്റിങ്ക്, മാലോവർ, ഫെറ്റീഡ്. ഓക്കെ, ഗുഡ്. ഫെറ്റീഡ്, അല്ലേ? ഓക്കെ, ആദം പറ. ഏതൊക്കെയാണ് സിനോണിംസും ആന്റണിംസും ഫ്രാഗ്രൻസിന്റെ? സർ, ഫ്രാഗ്രൻസിന്റെ സിനോണിംസ് സെന്റ്, പെർഫ്യൂം, അരോമ, ഓഡർ. ആൻഡ് ആന്റണിംസ് സ്റ്റെഞ്ച്, സ്റ്റിങ്ക്. ഓക്കെ, ഗുഡ് അല്ലേ? ഓക്കെ അല്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം
ആദം വായിച്ചിട്ട് പറ. Which of the following is the synonym of the word fragrance? Scent. Option D, scent. ഓക്കെ, സെന്റ് അല്ലേ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം ഭവ്യ ഒന്ന് വായിക്ക്. സിനോണിം ഓഫ് അരോമാറ്റിക്. അരോമാറ്റിക് ഫ്രാഗ്രന്റ്. സി. പറഞ്ഞോ, ഭവ്യ പറഞ്ഞില്ലല്ലോ ഉത്തരം. സി സി. ആരോമാറ്റിക് എന്ന് പറഞ്ഞാല് ഫ്രാഗ്രന്റ് അല്ലേ? ഓക്കെ. അടുത്തത് ഭവ്യ വായിച്ചിട്ട് പറഞ്ഞേ. റൈറ്റ് ദ സിനോണിം ഓഫ് വേർഡ് ഫ്രാഗ്രൻസ്. സിനോണിം ഓഫ് ദി വേർഡ് ഫ്രാഗ്രൻസ്. സെന്റ്. ബി. ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആദം. Select the most appropriate option to fill in the blank. The pleasant. ഏതാ? Pleasant dash of the rain. The pleasant dash of the rain as it fell on dust Sir, option C, aroma. അല്ലേ? പ്ലസന്റ് ഏതാ? Aroma. Option C. അരോമ ഓപ്ഷൻ സി അല്ലേ? ഓക്കെ ഓക്കെ, പ്ലസന്റ് അരോമ. ഓക്കെ, അവിടെ അതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതൂടെ വായിച്ച ആദം. The antonym of fragrance is stink. Option A. ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി 75ാമത്തെ ചോദ്യം വായിച്ച ആൻസർ പറഞ്ഞേ. In the following question, out of the 4 alternatives, select the one which best expresses the meaning of the given word. Malodorous. മെലഡറസ് അല്ലേ? മെലോഡറസ്. ഫെറ്റിഡ്. എന്താ ചോദിച്ചത്? എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദി ഗിവൺ വേർഡ്. അതായത് ഇതിൻ്റെ സിനനിം ഫെറ്റിഡും മെലോഡറും രണ്ടും സെയിം ആണ് അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ വേറെ അടുത്ത വാക്കാണ് സ്റ്റെഞ്ച്, സ്റ്റിങ് ഇതെല്ലാം. ഓക്കെ, ഭവ്യ, ദ ആന്റണിം ഓഫ് ദ വേർഡ് ഫ്രാഗ്രൻസ്. സ്റ്റിഞ്ച്. ഫസ്റ്റ് എ. ഓപ്ഷൻ എയാ? ഓക്കെ, യെസ്. ഇവിടെ ഒരു സ്റ്റാഞ്ച് ഒക്കെ ഉണ്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി അടുത്ത വേർഡിലേക്ക് പോകാം. സോർ എന്ന് പറഞ്ഞാൽ ഉയരുക, കുതിച്ചുയരുക, മേൽപോട്ടുയരുക എന്നൊക്കെയാണ്. അതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്ന അസെൻഡ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുകളിലേക്ക് പോവുക, ക്ലൈംബ് കയറുക മുകളിലേക്ക്, റൈസ് ഉയരുക, ലിഫ്റ്റ് ഉയർത്തുക, ടേക്ക് ഓഫ് അല്ലെ, വിമാനമൊക്കെ ഇങ്ങനെ പറന്ന് ഉയരൂലേ, ടേക്ക് ഓഫ് എന്ന് പറയും, ഫ്ലൈ പറക്കുക, ഷൂട്ടപ്പ് ഈ വസ്തുക്കളുടെയൊക്കെ വിലയൊക്കെ ഷൂട്ടപ്പ് ചെയ്യുക എന്ന് പറയുക, ഉയരുക, കുതിച്ചു കയറുക. പിന്നെ സ്കൈ റോക്കറ്റ്, അതും കുതിച്ചു വാഹനത്തിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെയൊക്കെ കൊമോഡിറ്റീസിൻ്റെയൊക്കെ വില സ്കൈ റോക്കറ്റ് ചെയ്യുമെന്ന് പറയും, കുതിച്ചുയരുക. അപ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഡിസെൻറ്റ്, താഴെ, ഡിക്ലൈൻ അല്ലേ, താഴേക്ക് പോവുക. പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ വില ഇടിയുക, വില ഇടിയുക, വസ്തുക്കളുടെയൊക്കെ വില ഇടിയുക. പ്ലഞ്ച്, ഓക്കെ, ഇടിയുക. പ്ലഞ്ചും പ്ലമറ്റും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആദം സോറിൻ്റെ സിനോണിംസ്? Sir, source synonyms: ascend, climb, rise, lift, take off, fly, shoot up, skyrocket. ഓക്കെ, ആന്റണിമോ? Antonyms: descent, decline, plummet, plunge. ഓക്കെ, ഗുഡ്. എന്നാൽ ആദം തന്നെ പറഞ്ഞോളൂ 77ന്റെ ചോദ്യത്തിന്റെ ഉത്തരം. What is a synonym of soar? Ascent. Option C. ഓപ്ഷൻ സി, അസെന്റ്. Sir, അവിടെ ഒരു എന്താണ്? അല്ല, ഇൻക്രീസ് കണ്ടപ്പോ ഒരു ഡൗട്ട് വന്നു. ഇൻക്രീസ് ഉണ്ട് അവിടെ. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഉയരലാണ്, അതും അതിന്റെ സിനോണിം ആണ് കേട്ടോ. നമുക്കത് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ കൂടുതൽ ശരിയേതാ? അസെന്റ് ആണ്. സോർ എന്ന് പറഞ്ഞാൽ അസെന്റ് ആണ്. അസെന്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇൻക്രീസ് എന്ത് ചെയ്യാം? ഇത് ഇൻസ്റ്റന്റ് സിനോണിം, ഇത് ഡിസ്റ്റന്റ് സിനോണിമുമാണ്. ഓക്കെ, ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൊന്നുമില്ല. ഇത് ചോദ്യം ഇടുന്ന ആൾക്കാർ വെറുതെ
ഇങ്ങനെ ഇടാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ വാശി പിടിക്കാം ഇൻക്രീസ് ശരിയാന്നൊക്കെ. പക്ഷെ കൂടുതൽ ശരി അസെൻ്റ് ആണ് കേട്ടോ. Okay. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ഭവ്യ. Choose a word that meaning the same as the given word. Soar, fly, സ്വീറ്റ് അല്ലല്ലോ, അല്ലേ, ഈ സോറല്ലോ, സോറല്ല, ബിറ്റർ അല്ല, ഫ്ലൈ. ഫ്ലൈ. ഓപ്ഷൻ സി ആണല്ലേ, അല്ല ബി അല്ലേ. ഓപ്ഷൻ ബി. 79ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. The given similar or closest meaning to the given word. Ascend, ascend, soar. D. ഏതാ? Option D. In the given question, select the Similar word that word. has similar or closest meaning to the Closest given meaning. word ascend. Ascend, ഏതാ ഉത്തരം? soar, soar. D. ഓപ്ഷൻ ഡി. പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയുക അല്ലെ, വിലയിടിയുക. ഓക്കെ, താങ്ക് യു. ആദം, 80ാമത്തെ ചോദ്യം. A word in the story that means soar. A passage was given the. അതൊരു പാസേജ് കൊടുത്ത് ചോദിക്കുന്നതാണ്. നമുക്കിപ്പോൾ അത് ഇവിടെ പാസേജിന്റെ ആവശ്യമില്ലല്ലോ. Okay. സോറിന്റെ മീനിങ് എന്താണ്? Sir, lift. ലിഫ്റ്റ്. ഓക്കെ, സീറ്റഡിന്റെ ചോദ്യം പാരഗ്രാഫ് ടൈപ്പ് ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. അടുത്തത് 15ാമത്തെ വേർഡ് ഡെസേർട്ടഡ് ആണ്. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റപ്പെട്ട എന്നർത്ഥത്തിൽ വരുന്ന വേർഡാണ് ഒറ്റപ്പെട്ട. ഡെസേർട്ട്, എബാൻഡൻഡ്, ഒറ്റപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്രൗഡഡ്, പോപ്പുലസ്, ബിസി, ഇൻഹാബിറ്റഡ്, ഇതൊക്കെ വരും. ഓക്കെ, ഭവ്യ, ഏതൊക്കെയാണ് ഡെസേർട്ടഡിന്റെ സിനനിം? Abandoned. Abandoned. ആന്റണിം? Crowded, populous, busy, inhabited. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ആദം, ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയേ. Select the word appropriate synonym of the given word desert. Desert. Abandon. Option C. Abandon അല്ലേ, ഉപേക്ഷിക്കുക. ഗുഡ്, ഒറ്റപ്പെടുത്തുക. 82ന്റെ ചോദ്യത്തിന്റെ ഉത്തരവോ? The antonym of the word crowded. Deserted. Option A. ഓപ്ഷൻ എ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വേർഡ് ഈസ് 16ാമത്തെ വേർഡ് ഫ്യൂട്ടിലിറ്റി, വ്യർത്ഥത, ഫലശൂന്യത, നിരർത്ഥകത. യൂസ്ലെസ്നെസ്, ഇൻഎഫക്റ്റീവ്നെസ്, ഇൻഎഫിക്കസി, ഫ്രൂട്ട്ലെസ്നെസ്, വാനിറ്റി അല്ലെങ്കിൽ വെയിൻ. വെയിൻ്റെ നൗണാണ് വാനിറ്റി. ഓക്കെ, അപ്പോൾ ഫ്യൂട്ടിലിറ്റിയുടെ സിനോണിംസ് ഏതൊക്കെയാണ് ഭവ്യ? Uselessness, ineffectiveness, inefficacy, fruitlessness, vanity. എന്താണ് ഈ പറഞ്ഞ ഫ്യൂട്ടിലിറ്റിയുടെ അർത്ഥം? ഫലശൂന്യമായ, ശൂന്യത, വ്യർത്ഥത. വ്യർത്ഥത, ഫലശൂന്യത, നിരർത്ഥകത അല്ലേ. ഗുഡ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ആന്റണിയും യൂസ്ഫുൾനെസ്, ഫ്രൂട്ട്ഫുൾനെസ് അല്ലേ. ഏതൊക്കെയാ? യൂസ്ഫുൾനെസ്, ഫ്രൂട്ട്ഫുൾനെസ്. ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റാ അല്ലേ, ഫ്രൂട്ട്ഫുൾനെസ്. ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഭവ്യ തന്നെ പറഞ്ഞു ഈ ചോദ്യത്തിന്റെ ഉത്തരം. സെലക്ട് ദി സിനോണിം ഓഫ് ഫ്യൂട്ടിൽ. യൂസ്ലെസ്. ഫ്യൂട്ടൈലിന്റെ സിനോണിംസ് യൂസ്ലെസ്. ആദം പറയൂ ഈ ചോദ്യത്തിന്റെ ഉത്തരം. The word must realize the futility of us. Opposite meaning futility. Usefulness. 84C. The word must realize ഇതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഫ്യൂട്ടിലിറ്റി ആണ്. അപ്പോ അതിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓപ്പോസിറ്റ് അല്ലേ. എന്താ? Usefulness. Option C. യൂസ്ഫുൾനെസ് അല്ലേ. ഗുഡ്. അടുത്തത് 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ഫ്യൂട്ടൈൽ. Vain. Option D. എന്താ?
Option D. വെയിൻ അല്ലേ? Vain. ഓക്കെ, നിയറസ്റ്റ് മീനിങ് ഫ്യൂട്ടൈൽ. വെരി ഗുഡ്. സോ അടുത്ത വേർഡ് ട്രച്ചറിയാണ്. ട്രച്ചറി എന്ന് പറഞ്ഞാൽ ചതി, കാപട്യം, വിശ്വാസവഞ്ചന. ട്രച്ചറി, ട്രച്ചറി. ഡിസീറ്റ്, ബിട്രയൽ, ട്രീസൺ, ഇത് മൂന്നും ട്രച്ചറിയുടെ സിനനിംസ് ആണ്. ഓക്കെ, ഭവ്യ പറയൂ, ഏതൊക്കെയാ ട്രച്ചറിയുടെ സിനനിംസ്? ഡിഫീറ്റ്, ബിട്രയൽ, ട്രീസൺ. ട്രീസൺ. ഈ ചതി, കാപട്യം, വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ? ട്രച്ചറി, ട്രച്ചറി. ട്രച്ചറി, ട്രച്ചറി കേട്ടോ, മറക്കരുതേ. അപ്പൊ ട്രച്ചറിയുടെ ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ട് ലോയൽറ്റി, വിശ്വാസ്യതയായിരിക്കും അല്ലെ? ഫിഡലിറ്റി, ഈ വേർഡ് എന്ന് പറഞ്ഞേ ഭവ്യ. ലോയൽറ്റി, ഫിഡലിറ്റി. പിന്നെയോ? ഫെയ്ത്ത്ഫുൾനെസ്. ഓക്കെ, ഈ ചോദ്യം വായിച്ചൊന്ന് ഉത്തരം പറഞ്ഞേ. appropriate antonym of the word treachery. Treachery. Antonym loyalty. Loyalty. Very good, very good. Loyalty ആണ് ട്രച്ചറിയുടെ ആന്റണിം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആദം 82 ഉത്തരം പറ. Select the most appropriate antonym of treacherous. Faithful. Faithful. Very good. അടുത്ത 88, ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞ വേർഡിന്റെ ആന്റണിം. ഓപ്ഷൻ എ, ട്രീസൺ. ട്രീസൺ അല്ലേ? ട്രീസൺ എന്ന് പറഞ്ഞാൽ എന്താ? ചതി, കാപട്യം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഫ്രൂട്ട്ഫുൾനെസ് അതല്ലായിരുന്നോ? അല്ല, ഫിഡലിറ്റി എന്താ? ലോയൽറ്റി. ഓക്കെ. എന്താണത്? വിശ്വാസം അല്ലേ? വിശ്വാസ്യത. ഗുഡ്. ഓക്കെ, ഇനി 89 ഉത്തരം പറഞ്ഞേ. Synonym of the one word fidelity. Loyalty. Option B. Loyalty. Good. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ സർവാധികാരമുള്ള, പരമാധികാരമുള്ള, സുപ്രീം എന്ന അല്ലെങ്കിൽ അബ്സല്യൂട്ട് എന്നോ നമുക്ക് സിനനിംസ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഭവ്യ, സോവറിന്റെ സിനനിംസ് ഏതൊക്കെയാ? സുപ്രീം, അബ്സല്യൂട്ട്. ഓക്കെ, ആന്റണിമോ? സബോർഡിനേറ്റ്. സബോർഡിനേറ്റ്. ഓക്കെ, സോവറിൻ, സുപ്രീം, അബ്സല്യൂട്ട്. സോവറിൻ, സുപ്രീം, അബ്സല്യൂട്ട്. സോവറിൻ, സുപ്രീം, അബ്സല്യൂട്ട്. അതിന്റെ ഓപ്പോസിറ്റ് സബോർഡിനേറ്റ്. ഓക്കെ, ആദം, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Antonym of the word sovereign. Subordinate. Option D. സബോർഡിനേറ്റ് അല്ലേ? ഗുഡ്. ഇനി ക്ലിയർ എന്ന് പറയുന്ന വേർഡ്. ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്റ്റൽ, ട്രാൻസ്പെറൻറ്റ്, ലൂസിഡ്, ഒബ്വിയസ്, ബ്രൈറ്റ്. വളരെ വ്യക്തമായ എന്ന അർത്ഥത്തിൽ വരുന്ന എല്ലാ വാക്കും ക്ലിയറിന്റെ സിനനിംസ് ആണ്. ക്രിസ്റ്റൽ, ട്രാൻസ്പെറൻറ്റ്, ലൂസിഡ്, ഒബ്വിയസ്, ബ്രൈറ്റ്. സോ ഐ റിക്വസ്റ്റ് ആദം, ഏതൊക്കെയാ ക്ലിയറിന്റെ സിനനിംസ്? Sir, crystal, transparent, lucid, obvious, bright. ആന്റണിമോ? Unclear and vague, opaque, obscure, murky, ambiguous, dubious, doubtful, nebulous, equivocal, complicated, complex, hidden. ഒന്ന് ശ്രദ്ധിച്ച്, ഇതെല്ലാം പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ച വാക്കുകളാണ്. ക്ലിയറിന്റെ ഓപ്പോസിറ്റ് മങ്ങിയ, വ്യക്തതയില്ലായ്മ, അവ്യക്തത എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിലാണ് അൺക്ലിയർ, വാഗ്, ഒപ്പാക്, ഒബ്സ്ക്യൂർ, മുർക്കി, ആംബിഗസ്, ഡ്യൂബിയസ്, ഡൗട്ട്ഫുൾ, നെബുലസ്, ഇക്വിവക്കൽ, കോംപ്ലിക്കേറ്റഡ്, കോംപ്ലക്സ്, ഹിഡൻ. ഒന്ന് വായിച്ചേ ആദം, ആന്റണിംസ് മാത്രം ഒന്ന് വായിച്ചേ ക്ലിയറിന്റെ. unclear, vague, opaque, obscure, murky, ambiguous, dubious, doubtful, nebulous, equivocal, complicated, complex, hidden. ഓക്കെ, ഒരു തവണ ഇവിടെ വായിക്കോ. Unclear, vague, opaque, obscure, murky, ambiguous, dubious, doubtful, nebulous, equivocal, complicated, complex, hidden. ഞാൻ വായിക്കാം. അൺക്ലിയർ, വാഗ്, ഒപ്പാക്, ഒബ്സ്ക്യൂർ, മുർക്കി, ആംബിഗ്വസ്, ഡ്യൂബിയസ്, ഡൗട്ട്ഫുൾ, നെബുലസ്, ഇക്വിവക്കൽ, കോംപ്ലിക്കേറ്റഡ്, കോംപ്ലക്സ്, ഹിഡൻ.
ഭവ്യ ഒന്ന് വായിച്ചേ ക്ലിയറിന്റെ ആന്റണിംസ്. unclear, vague, opaque, obscure, murky, ambiguous, dubious, doubtful, nebulous, equivocal, complicated, complex, hidden. ഗുഡ്. ഒന്നുകൂടെ വായിച്ചേ ഭവ്യ. ആന്റണിംസ് ഓഫ് ക്ലിയർ. Unclear, vague, opaque, obscure, murky, ambiguous, dubious, doubtful, nebulous, equivocal, complicated, complex, hidden. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഭവ്യ തന്നെ പറഞ്ഞോളൂ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ദ ആൻസർ The ഇസ് answer നോട്ട് ക്ലിയർ. vague. വെരി ഗുഡ്, ഓപ്ഷൻ എ അല്ലേ? Ah. ഗുഡ്. ആദം 92. Give the meaning of ambiguous, unclear. 9C. ഓപ്ഷൻ സി അല്ലേ? അൺക്ലിയർ, ആംബിഗസ്. 93 പറഞ്ഞ ആദം. The given group of one open to more than one interpretation, not having one obvious meaning. Option C, ambiguous. ഓപ്ഷൻ സി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു മോർ ദാൻ വൺ ഇന്റർപ്രിട്ടേഷൻ, നോട്ട് ഹാവിങ് വൺ ഒബ്വിയസ് മീനിങ്. ഒബ്വിയസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംബിഗസ് അല്ലേ? ഗോഡ്. ഓപ്പോസിറ്റ് അല്ലേ ചോദിച്ചേ? അതെ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്രോപ്രിയേറ്റ് വേർഡ് അല്ലേ ചോദിച്ചേ? സാർ അവിടെ നോട്ട് ഹാവിങ് വൺ ഒബ്വിയസ്. ഓപ്പൺ ടു മോർ ദാൻ വൺ ഇന്റർപ്രറ്റീവ്, നോട്ട് ഹാവിങ് വൺ ഒബ്വിയസ്. നോട്ട് ഉണ്ട് അല്ലേ? ഒബ്വിയസ് അല്ലാത്തത്. സോ ആംബിഗസ്. വെരി ഗുഡ്. സോ നെക്സ്റ്റ് ഭവ്യ. Antonym of transparent, opaque. C. ട്രാൻസ്പെറന്റ്, ഒപ്പാക് അല്ലേ? Uh-huh. ആന്റണിം. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ സുതാര്യമായ, ഒപ്പാക് എന്ന് പറഞ്ഞാൽ അധാര്യമായ. അധാര്യം. 95-ന്റെ Glass is transparent, whereas wood is opaque. C. ഒന്നുകൂടെ പറഞ്ഞേ. Glass is transparent, whereas wood is opaque. യെസ്, ട്രാൻസ്പെറന്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ആദം 96. Select the most appropriate synonym of the given word dubious. ഡ്യൂബിയസിന്റെ സിനോണിംസ് Synonyms. എന്താ? Duplicate, beautiful, duplicate. Doubtful. Option D. ഡി. വെരി ഗുഡ്. ഭവ്യ 97. Opposite of the word transparent, opaque. C. ഓക്കെ, 98 ഭവ്യ. Obvious, opposite of obvious. Hidden. ഗുഡ്. ആദം 99. Select the synonym of the given word nebulous. Vague. Option D. വെരി ഗുഡ്. വാഗ്. നെബുലസ് എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത. 100-ാമത്തത്. Select the most antonym of the given word nebulous. Option D. Clear. ഡി. ക്ലിയർ. ഗുഡ്. താങ്ക് യു ഭവ്യ. Choose the word opposite in meaning to the given word murky. Opposite. Bright. A. യെസ്, ഗുഡ്. ആദം. Select the most appropriate synonym of the given word equivocal. Synonym. Option D. Ambiguous. ആംബിഗ്യസ്. Ambiguous. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ ആന്റണിംസ് സിനോണിംസ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ്? ഇഡിയത്തിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന്. ഇനി നമുക്ക് ഇന്നലെ നമ്മൾ കുറച്ച് ഇഡിയംസ് പഠിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണെന്നുള്ളത്. ഇന്ന് നമുക്ക്
വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യത്തേത് ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് ആണ്. ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബാഗിനകത്ത് ഒരു പൂച്ച ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ആ പൂച്ച ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ, നമ്മളെ ഭവ്യ ഒരു സഞ്ചി പിടിച്ചോണ്ട് അങ്ങാടി കൂടെ പോവുക. അപ്പോഴാണ് ഒരു പൂച്ച പുറത്ത് തലയിട്ട് വന്നത്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ കാണും അല്ലേ. അപ്പോൾ സംഗതി കള്ളി വെളിച്ചത്തായിപ്പോയി. ഇതേപോലെ ഈ പൂച്ചയ്ക്ക് പകരം നിങ്ങൾ സത്യം, ട്രൂത്തിനെ വിചാരിക്കുക. സഞ്ചിക്ക് പകരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു സത്യം വെച്ചിട്ടുണ്ട്. അറിയാതെ മൂപ്പരത്ത് പുറത്തേക്ക് തല ഇട്ട് നോക്കിയാൽ നാട്ടുകാർ മുഴുവൻ സത്യം അറിയും. അതായത് റിവീൽ ദ ട്രൂത്ത്, കള്ളി വെളിച്ചത്താവുക എന്ന മലയാളം പദത്തിന് കൃത്യമായ ഇംഗ്ലീഷ് ശൈലിയാണ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഓക്കെ ഭവ്യ, എന്താണ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്? റിവീൽ ദ ട്രൂത്ത്. റിവീൽ ദ ട്രൂത്ത് അല്ലേ, സത്യം പുറത്തു പോവുക അല്ലെങ്കിൽ കള്ളി വെളിച്ചത്താവുക. വെരി ഗുഡ്. ഇനി അടുത്ത കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇത് മഴ പെയ്യുമ്പോഴാണ് പറയുക. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെയിനിങ് ഹെവിലി വിത്ത് വിൻഡ്, നല്ല കാറ്റും മഴയോടും കൂടി പെരും മഴ പെയ്യുമ്പോഴാണ് നമ്മൾ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാം. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് പട്ടിയും പൂച്ചയും ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കുകയല്ല. അതായത് ഓരോ മഴത്തുള്ളികൾക്ക് പകരം കുറേ പട്ടിയും പൂച്ചയും ഇങ്ങനെ ഡോഗും കാറ്റും വീഴുന്ന പോലെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല, മാറിപ്പോയില്ല. പക്ഷെ അത് എപ്പോഴാണ്? മഴ പെയ്യുമ്പോഴാണ് പറയുക. പട്ടിയും പൂച്ചയും പെയ്യുന്ന പോലെയാണ് മഴ പെയ്യുന്നില്ല, ചെറപറാന്ന് പെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇനി കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയും. അതായത് കോൺസ്റ്റന്റ് കോറലിംഗ് ഉള്ള എ ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് കോറലിംഗ് ആൻഡ് ആർഗ്യൂയിങ്, പരസ്പരം ഭയങ്കര ആർഗ്യൂ ചെയ്തുള്ള അടിപ്പിടിയായിട്ടുള്ള ലൈഫില്ലേ, അത്തരം ജീവിതങ്ങളെ നമ്മൾ പറയും എന്ത് പറയും? അത്തരം ജീവിതങ്ങളെ എന്ത് പറയും? കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ്. കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയും. കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും മറക്കരുത്. ഏതൊക്കെയാണ്? കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വെളിച്ചത്താവുക. റിവീൽ ദ ട്രൂത്ത്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനിങ് ഹെവിലി വിത്ത് വിൻഡ്. കാറ്റ്സ് ആൻഡ് ഡോഗ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് കോർലിംഗ് ആൻഡ് ആർഗ്യൂയിങ്. ഇനി കൂടാതെ എ ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാലും ഏറെക്കുറെ അങ്ങനെയാണ്. മിസറബിൾ ലൈഫ്, പരിതാപകരമായ ജീവിതം അല്ലെങ്കിൽ അൺപ്ലസ്ഡ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓർ ലൈഫ് സ്റ്റൈല്, വളരെ കഷ്ടപ്പെട്ടുള്ള ജീവിത ശൈലിയെ, ജീവിതത്തെ ഡോഗ്സ് ലൈഫ് എന്ന് പറയും. എങ്ങനെയുണ്ട് ജീവിതം? എന്ത് പറയാനാ, ആകെ ഡോഗ്സ് ലൈഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ പരിതാപകരമാണ്, മിസറബിൾ ആണ് എന്നാണ്. പിന്നെ നമ്മൾ ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക എന്നാണ്. ഓക്കെ, അവൻ നശിച്ചു പോയി. ഹി വെന്റ് ടു ദ ഡോഗ്സ്. ഹി വെന്റ് ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അവൻ പട്ടീൻ്റെ അടുത്തേക്ക് പോയി എന്നല്ല, അവൻ നശിച്ചു പോയി എന്നാണ്. അപ്പോൾ ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക എന്നാണ്. പിന്നെ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്നത് പൊതുവെ ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ബിസിനസ് മേഖലയിലേക്കുള്ള കിടമത്സരമല്ലേ, അതാണ് ഡോഗ് ഈറ്റ് ഡോഗ്, കിടമത്സരം. എ കോമ്പറ്റീറ്റീവ് സെയിൽസ് എൻവയോൺമെൻറ്റ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡോഗ് ഈറ്റ് ഡോഗ് മത്സരം. ഡോഗ് ഈറ്റ് ഡോഗ്, ഡോഗിനെ തന്നെ തിന്നുന്ന പോലെ. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ കിടമത്സരം എന്ന മലയാളം പദത്തിന് തുല്യമായിട്ടുള്ള പ്രയോഗമാണ്. പിന്നെ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ, മരിച്ചു പോവുക എന്നുള്ളതിൻ്റെ ശൈലിയാണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക. നെക്സ്റ്റ് ടു ഷോ ദ വൈറ്റ് ഫെദർ. ഷോ ദ വൈറ്റ് ഫെദർ. വൈറ്റ് ഫെദർ, വെള്ള തൂവൽ കാണിക്കുക എന്നാണോ? അല്ല, ചില ആൾക്കാർ നിർണായകമായ ചില ഘട്ടം വരുമ്പോൾ അവരുടെ വീരത്വം പുറത്ത് കാണിക്കും. ടു ഷോ സയൻസ് ടു കോവാർഡീസ്. ഓക്കെ, ഭയങ്കര വർത്താനൊക്കെ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ആവശ്യം വരുമ്പോൾ അയാളുടെ ധൈര്യം പുറത്തെടുക്കേണ്ട സമയം വരുമ്പോൾ എന്ത് ചെയ്യും? മെല്ലെ ഷോ ദ വൈറ്റ് ഫെദർ, വൈറ്റ് ഫെദർ കാണിക്കും. ഓക്കെ, അപ്പോൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിൽ വായിക്കുക. ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഹിഡൻ മീനിങ് ബിഹൈൻഡ് ദ സൂപ്പർഫിഷ്യൽ അപ്പിയറൻസ് ഓഫ് സംതിങ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ല എഴുതാപ്പുറം വായിക്കുക, അങ്ങനെയുള്ള അർത്ഥവും റീഡ് ബിറ്റ്വീൻ ദ ലൈൻസിനുണ്ട്. ശ്രദ്ധിക്കണം, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ ദ ലൈൻ എന്നില്ലാതെ ഒരിക്കൽ പരീക്ഷയ്ക്ക് ഡാഷ് ലൈൻസ് എന്ന് ഓപ്ഷനിലുണ്ടായിരുന്നു, ഒന്നിൽ ദ ലൈൻസ് ഉണ്ടായിരുന്നു. ദ ലൈൻസിലാണ് ശരി. അപ്പോൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയണം. ഓക്കെ, ഇനി അടുത്തത് എ ബിറ്റർ പിൽ ടു സ്വാലോ. സ്വാലോ, പില്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുളികയാണ്, ടാബ്ലറ്റ്. അപ്പോൾ പില്ല് കയ്പുള്ളത്, ബിറ്റർ പില്ലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വിഴുങ്ങാൻ. അപ്പോൾ ബിറ്റർ പിൽ ടു സ്വാലോ, വിഴുങ്ങാൻ കയ്പുള്ള മരുന്ന് എന്ന് പറയുന്നത് ഇവിടെ പില്ലല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തിലെ ചില സിറ്റുവേഷൻസ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത, നമ്മൾ നേരിടേണ്ടി വരുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. നമ്മളതിനെ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും, പക്ഷെ നമുക്കത് ഇഷ്ടം ഉണ്ടാവില്ല, നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ സംഗതിയാണ് ബിറ്റർ പിൽ ടു സ്വാലോ.
ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ കല്യാണമൊക്കെ അങ്ങനെ ആയിരിക്കും, വീട്ടിലെല്ലാവരും നിർബന്ധിക്കും. ആക്ച്വലി ദേ ഡോണ്ട് ലൈക്ക്, അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെ വേറെ തിരക്കിലായിരിക്കും, ഒരു സമയം ആയിട്ടുണ്ടാവില്ല അവർ വിചാരിക്കും. പക്ഷെ വീട്ടുകാരെ നിർബന്ധത്തിന് ഭയങ്കര കഴിക്കേണ്ടി വരും. അങ്ങനെ കഴിക്കേണ്ടി വരുമ്പോൾ ആ കഴിക്കുന്നത് ഏത് ഗുളികയാണ്? ബിറ്റർ പിൽ ടു സ്വാലോ ആണ്. ഓക്കെ, അങ്ങനെ കഴിക്കേണ്ട കല്യാണം ഒരു ബിറ്റർ പിൽ ടു സ്വാലോ ആണ്. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി അല്ലേ? ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥ ഇങ്ങനെ തട്ടിവിടുകയാണ്, എന്നിട്ടോ നിങ്ങൾ പറയുന്നത് ഓ ഇറ്റ്സ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, അതായത് ഇത് വെറും തള്ളു കഥയാണ്. അങ്ങനത്തെ തള്ളിനെയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുക. സ്റ്റോറി ദറ്റ് കനോട്ട് ബി ബിലീവ്ഡ്, വിശ്വസിക്കാൻ കഴിയാത്ത തള്ളിനെയാണ് എന്ത് പറയുന്നത്? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഇത് സാധാരണ ബിസിനസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് പറയാറുണ്ട്, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറഗുലർലി സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിങ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ എവറിത്തിങ് ഇസ് ഗോയിങ് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കുഴപ്പമില്ല, തട്ടിയും മുട്ടിയും പോകുന്നു. അപ്പോൾ അങ്ങനെ അത് ഇറഗുലർ സ്റ്റാർട്ടിങ്, തട്ടിയും മുട്ടിയിട്ടും പോവുക. ഓക്കെ, വലിയ ഒരു ഗ്രോത്ത് എന്നല്ല, രണ്ടുമുണ്ട്, സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിങ്. തട്ടിമുട്ടി മുമ്പോട്ട് പോകുന്നതിനാണ് ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ഗെറ്റ് ഓൺ സം വൺസ് നെർവ്സ്. ഇങ്ങനെ പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുക. ഇപ്പം പറയാണ് ഐ ഗോട്ട് ഓൺ ഹിസ് നെർവ്സ്, അല്ലെങ്കിൽ ഷീ ഗെറ്റ്സ് ഓൺ ഹിസ് നെർവ്സ് എന്ന് പറഞ്ഞാൽ അവൾ അവനെ ഭയപ്പെടുത്തി, ഭയപ്പെടുത്തല്ല, ഇറിറ്റേറ്റ് ചെയ്തു, ശല്യം ചെയ്തു. അപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുക, ശല്യം ചെയ്യുക എന്നാണ് ഗെറ്റ് ഓൺ സം വൺസ് നെർവ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഇത് സാധാരണ ക്യാമ്പുകളൊക്കെ തുടങ്ങുമ്പോഴാണ് ഈ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടാവുക. അനിൽകുമാറെ ഹോസ്പിറ്റൽ കേസ് വന്നോ? ഓക്കെ, ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, റിയലി സോറി അനിൽകുമാർ, മെസ്സേജ് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഓക്കെ, ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു സംതിങ് എസ് മീൻസ് ഓഫ് ദ റിഡ്യൂസിങ് ഓർ എലിമിനേറ്റിംഗ് ഷൈനസ്. ഒരു ക്യാമ്പൊക്കെ തുടങ്ങുമ്പോൾ ആദ്യത്തെ സെഷൻ ഐസ് ബ്രേക്കിംഗ് ആയിരിക്കും. അവിടെ എന്ത് ഐസാണ് ബ്രേക്ക് ചെയ്യുന്നത്? അപരിചിതത്വത്തിൻ്റെ ഐസ്. പരസ്പരം അറിയാത്ത കുറേ ആളുകൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു ഐസ് അങ്ങ് ബ്രേക്ക് ചെയ്യണം. അപരിചിതത്വം എന്ന് പറയുന്ന ഐസ് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യുക. അപ്പം ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അപരിചിതത്വം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ ഇത് വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഒരാൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഹായ് ബ്രേക്ക് എ ലെഗ്, ആ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഗുഡ് ലക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരാൾ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ നിൻ്റെ കാല് ഞാൻ തല്ലി ഒടിക്കും എന്ന് പറയുമോ? ബ്രേക്ക് എ ലെഗ് അല്ല, കാല് തല്ലി ഒടിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ്? വിഷ് ഗുഡ് ലക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇംഗ്ലീഷ് അറിയാത്തവരോട് പറയണ്ട, ചിലപ്പോൾ നമ്മുടെ കാലം അവർ തല്ലി ഒടിച്ചോളയും. നെക്സ്റ്റ് വേർഡ് ഈസ് ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഗോ ടു ബെഡ്, ഉറങ്ങാൻ പോവുക. ഉറക്കം വന്നിട്ട് കിടക്കാൻ പോകുമ്പോൾ പറയും ഹിറ്റ് ദ സാക്ക്, അത് സാക്കിലടിക്കാൻ പോകുന്നല്ല, ഹിറ്റ് ദ സാക്ക്. നെക്സ്റ്റ് പ്രസ്ഡ് ഫോർ ടൈം. നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞേ നോ സോറി ഐ ആം പ്രസ്ഡ് ഫോർ ടൈം, ഞാൻ തിരക്കിലാണ്, ഐ മീൻ ഹറി. ഇനി ലാസ്റ്റ് വൺ ദ കാസിൽ ഇൻ ദ എയർ. കാസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൊട്ടാരം. ഇൻ ദ എയർ, എയർ എന്ന് പറഞ്ഞാൽ ആകാശം അല്ലേ, അല്ലെങ്കിൽ വായുവിൽ നമ്മളൊരു കൊട്ടാരം ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാവും, ചീട്ട് കൊട്ടാരം പോലെ ആയിപ്പോവും, ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ഡ്രീംസ്, ഹോപ്സ്, പ്ലാൻസ് ദാറ്റ് ആർ ഇമ്പോസിബിൾ, സാധ്യമല്ലാത്ത സ്വപ്നങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാസിൽ ഇൻ ദ എയർ എന്ന് പറയാം. അത് അൺറിയലിസ്റ്റിക് ആയിരിക്കും, ഓർ ഹാവ് വെരി ലിറ്റിൽ ചാൻസ് ഓഫ് സക്സീഡിങ്, വിജയിക്കാൻ സാധ്യത കുറവായിരിക്കും. ഇത്രയും ഭാഗം വായിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ആദ്യം തന്നെ ആദം ഉത്തരം പറയണം. വാട്ട് ഡസ് എ ഫ്രേസ് കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ്? Sir, option B, a life filled with a constant conflict. എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം എന്താ? അതായത് ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാര് കംപ്ലീറ്റ് പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ആണോ? ഡെഡിക്കേറ്റഡ് ടു അല്ല, ലക്ഷറീസ് അല്ല, ലൈഫ് ഫീൽഡ് വിത്ത് കോൺസ്റ്റന്റ് കോൺഫ്ലിക്റ്റ്. ഓപ്ഷൻ ബി. എപ്പോഴും കച്ചറ ഉണ്ടാക്കിയില്ല, അടിപൊളി ആയിട്ടുള്ള ജീവിതം. അടുത്തത് 33 കൊണ്ട് ആൻസർ പറഞ്ഞ എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ്. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, ഓപ്ഷൻ ഡി, എ സ്റ്റോറി ദാറ്റ് കാനോട്ട് ബി ബിലീവ്ഡ്. ക്യാൻ ബി ബിലീവ്ഡ്, വിശ്വസിക്കാൻ കഴിയാത്ത കെട്ടുകഥകൾ അല്ലേ, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഗുഡ്. 34ാമത്തെ ഉത്തരം പറഞ്ഞേ. Find the appropriate meaning of the underlined idiom. We are planning a surprise party for our son. Be careful not let the cat out of the bag.
Not let Option the cat out of the bag. Option A, reveal a secret by mistake. Reveal the secret. രഹസ്യം പുറത്തു വിടുക ബൈ മിസ്റ്റേക്ക്. തെറ്റായിട്ട്. ഓക്കെ. അടുത്തത് ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. അങ്ങനെ പറഞ്ഞെന്താ? സത്യം Option A, do things carefully and regularly. ഡു തിങ്സ് കെയർഫുള്ളി റെഗുലറിയോ? കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗോ? അല്ലല്ലോ. കാര്യങ്ങൾ കൃത്യമായും സ്ഥിരമായും ചെയ്യാന്നാണോ ഇല്ലത്തെ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഭാവ്യ? To make something public. വെരി ഗുഡ് അല്ലെ, പരസ്യമാക്കുക. ടു മേക്ക് സംതിങ്, നമ്മൾ പറഞ്ഞില്ല കള്ളി വെളിച്ചത്താക്കുക. ടു മേക്ക് സംതിങ് പബ്ലിക്. ആദം ഇനി ആദം നെക്സ്റ്റ് യൂസ് എ പ്രോപ്പർ ഇഡിയം ഡ്യൂറിംഗ് ദ മൺസൂൺ ഇറ്റ് ഈസ് റെയിനിങ്. Cats and dogs. Cats and dogs. പെരും മഴ പെയ്യ അല്ലേ? ഗുഡ്. Okay, next Adam. After cutting their maths class, Sham Jeevan had gone for a film. The next day, they met the maths teacher. Foolish Sham let the cat out of the bag. C, reveal. One word for him. Okay, da? Reveal. Reveal. Okay, എങ്ങനെയൊക്കെ ചോദിക്കുന്നത് മനസ്സിലായില്ലേ? Next, Bhavya. The idiom let the cat out of the bag means put forward a matter to public attention, say something for a danger, understand and share the feeling of the others, tell a secret by mistake. D. Tell a secret by mistake. Mistake. അറിയാതെ രഹസ്യം പറഞ്ഞു പോവാം. അടുത്തത് obey your superiors, don't try to dash. Read between the lines. ഓപ്ഷൻ ഏതാ? സി ആണോ? എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞു the lines. Good. അടുത്ത 40ാമത്തെ പറഞ്ഞേ. Give the appropriate meaning of the idiom. Build castles in the air. Make foolish. പറഞ്ഞേ. Build castles in the air. Makes foolish calculations. ബിൽഡ് പ്ലേസസ് ഓഫ് ലൈറ്റ് മെറ്റീരിയൽ, ലൈറ്റായ മെറ്റീരിയൽ കൊണ്ട് സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നതാണോ? അല്ല. അല്ല. പിന്നെ ലാസ്റ്റ് നോക്ക്, ബിൽഡ് എക്സ്പെൻസീവ് ബിൽഡിംഗ്, വിലപിടിപ്പുള്ള ബിൽഡിംഗ്സ് ഉണ്ടാക്കലാണോ? അല്ല. മേക്ക് ഫണ്ണി റിമാർക്ക്, തമാശ പറയലാണോ? അപ്പൊ ഇതായിരിക്കില്ലേ കാൽക്കുലേഷൻസ്. വിഡ്ഢിത്ത രൂപത്തിലുള്ള വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, കാൽക്കുലേഷൻസ് ഉണ്ടാക്കുക, കണക്കൂട്ടുക. Okay, 41 ആൻസർ പറഞ്ഞ go to the dogs means go to the dogs means be ruined, നശിക്കുക, ruined, നശിക്കുക. വെരി ഗുഡ്. 42ന്റെ ഉത്തരം പറ. kick the bucket to die or pass away. B. kick the bucket അങ്ങനെ പറഞ്ഞ എന്താണ്? to die or pass away. B. അടുത്തത് 43. Dog's life, miserable life. C. Good. Okay, thank you. Next Adam, 44. His voice get on my nerves means. His voice irritates. Get on my nerves. Option D. Good. 45 പറയൂ. To show white feather means. Option C, be on the winning side. Show white feather എന്ന് പറഞ്ഞാൽ
ടു ഷോ ഫിയർ അല്ലേ, ഒരാൾ അയാളുടെ ഭീരുത്വം കാണിക്കുക, കൊവാഡിസ് കാണിക്കുക. ഫിയർ മീൻസ് കൊവാഡിസ് കേട്ടോ. Okay. ക്ലിയർ അല്ലേ? Yes. ഗുഡ്. അടുത്തത് choose the correct idiom, fill in the blank in sense. It's midnight, time to dash. അർദ്ധരാത്രിയായി, ഉറങ്ങാൻ നേരമായി. Hit the sack. Okay. ഓക്കെ, ഉറങ്ങാം. അടുത്ത 47. To show the white feather. To seek peace, option B. To show the white feather, option A. To show signs to cowardice. Cowardice എന്ന് പറഞ്ഞാൽ ഭീരുത്വം, ഫിയർ, ഫിയർഫുൾനെസ്. ഓക്കെ ആദം, നെക്സ്റ്റ് ദ ഇഡിയം ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? Dog's life. 48C, a miserable life. മിസറബിൾ. താങ്ക് യു. നെക്സ്റ്റ് ഭവ്യ 49, ഇഡിയം ബിറ്റർ പിൽസ് ടു സ്വാലോ. Bitter pills to swallow. Something that is very unpleasant but which must be accepted. Something that is very unpleasant but which must be accepted. A. വെരി ഗുഡ്. അത് അൺപ്ലസന്റ് ആയ കാര്യമാണ്, പക്ഷെ നമ്മൾ നിർബന്ധിതമായിട്ട് Accept അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. Ah. ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? In fits and start. Irregular. തട്ടിമുട്ടി പോവുക എന്നുള്ള ഇറഗുലർ. ഓപ്ഷൻ എ. 51, ബ്രേക്ക് എ ലെഗ്. ടു വിഷ് ഗുഡ് ലക്ക്. ഡി. ഗുഡ് ലക്ക്. എവിടെ? ഡി. ഗുഡ്. 52, ടു ബ്രേക്ക് ആൻ അൺകംഫർട്ടബിൾ സൈലൻസ്. ബ്രേക്ക് ദ ഐസ്. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആദം. I am extremely sorry I can't talk to you. I am pressed for time, option C. വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഞാൻ തിരക്കിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഡിയംസും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന വേർഡ് ഇൻട്രോസ്പെക്ഷൻ ആണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആത്മവിമർശനം, നമ്മൾ ആത്മവിമർശനമല്ല, ആത്മപരിശോധനയാണ്. അതായത് ദ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഔൺ തോട്ട്സ്, നമ്മുടെ സ്വന്തം തോട്ട്സിനെ ഉള്ള കെയർഫുൾ എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഫീലിങ്സ്, അല്ലെങ്കിൽ റീസൺ ഫോർ ബിഹേവിങ് ഇൻ എ പെർട്ടിക്കുലർ വേ. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ മീൻസ് ആത്മപരിശോധനയാണ്. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന. എന്താണ് ആദം ഇൻട്രോസ്പെക്ഷൻ? സർ, ആത്മപരിശോധന. നെക്സ്റ്റ് വേർഡ് ഈസ് കൺജ്യൂറർ. കൺജ്യൂർ എന്ന് പറയുന്നൊരു വെർബ് ഉണ്ട്, ആവാഹിക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം, ആവാഹിക്കുക. എന്നാൽ കൺജ്യൂറർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു പെർഫോംസ് മാജിക് ട്രിക്സ്. ജാലവിദ്യ കാണിക്കുന്ന ആളെയാണ് നമ്മൾ, ജാലവിദ്യക്കാരനാണ് കൺജ്യൂറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേർഡ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 3 വാക്കുകൾ, പാൻഡമിക്, എപ്പിഡമിക്, എൻഡമിക്. എന്താ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്? എ ഡിസീസ് ദാറ്റ് സ്പ്രെഡ്സ് ഓവർ എ ഹോൾ കൺട്രി ഓർ ദ ഹോൾ വേൾഡ്. ലോകം മുഴുവൻ സ്പ്രെഡ് ആകുന്ന ഒരു ഡിസീസിനെ നമ്മൾ എന്ത് വിളിക്കും? പാൻഡമിക് എന്ന് വിളിക്കും. എന്നാൽ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എ ലാർജ് നമ്പർ ഓഫ് കേസസ് ഓഫ് ദ പെർട്ടിക്കുലർ ഡിസീസ് ഓർ മെഡിക്കൽ കണ്ടീഷൻ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം ഇൻ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരു പ്രത്യേകമായ കമ്മ്യൂണിറ്റിയിൽ ഒരേ സമയത്തുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിനെയാണ് എപ്പിഡമിക് എന്ന് വിളിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ സെയിം ടൈമിൽ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം, ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യ രാജ്യമാവാം,
ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് നമ്മളെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമാവാം. ഓക്കെ, ഇപ്പം നിപ്പ പോലെയുള്ള സംഗതിയൊക്കെ എപ്പിഡമിക് ആണ്, ബിക്കോസ് ഒരു പ്രത്യേക ഏരിയയിലാണത് സ്പ്രെഡ് ആവുന്നത്. പക്ഷേ പാൻഡമിക് ഈസ് ഗ്ലോബലി ആണ്. ഓക്കെ, ഹോൾ വേൾഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹോൾ കൺട്രിയിൽ ഒരുമിച്ച് സ്പ്രെഡ് ആവുന്നത്. ഒരു ചെറിയൊരു പ്രദേശത്ത് ഒരേ സമയത്ത് സ്പ്രെഡ് ആവുന്ന ഡിസീസിനെ എപ്പിഡമിക് എന്നാണ് വിളിക്കുക. അപ്പോൾ പാൻഡമിക് എപ്പിഡമിക് മനസ്സിലായി. ഇനി എൻഡമിക് എന്ന് പറഞ്ഞാൽ റെഗുലർലി ഫൗണ്ട്. ചില രോഗങ്ങളുണ്ട് ഒരു പ്രത്യേക ഏരിയയിൽ റെഗുലറായി കണ്ടുവരും. റെഗുലർലി ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് ഓർ എമംഗ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ് ഓഫ്. അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ വയനാട്ടിലൊക്കെ വയനാടൻ ചെട്ടിമാർക്കിടയിൽ ഒരു ഡിസീസ് ഉണ്ട്. ആ ഒരു വിഭാഗത്തിന് മാത്രം പൊതുവെ കാണുന്നത് സിക്കിൾ സെൽ അനീമിയ പോലെയുള്ള ഡിസീസ്. അപ്പോൾ അതുപോലെ ചില ഡിസീസ് ചില പ്രത്യേകം ചില എത്നിക് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ചില പ്രദേശത്ത് കൃത്യമായ ഇടവേളകളിൽ സ്ഥിരമായി വരുന്ന സാധനമാണ് എൻഡമിക് എന്ന് പറയുന്നത്. മൂന്നും തമ്മിൽ മാറിപ്പോകരുത്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പാൻഡമിക് ഗ്ലോബലി സ്പ്രെഡ് ആവുന്ന ബ്രേക്ക് ആവുന്ന എന്തെങ്കിലും ഡിസീസാണ്. എപ്പിഡമിക് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ അറ്റ് സെയിം ടൈമിൽ ഉണ്ടാവുന്നത്. എൻഡമിക് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ഒരു പ്രത്യേക പ്ലേസിൽ റെഗുലർ ആയിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി എ പേഴ്സൺ ഹു ക്രിട്ടിസൈസ് പോപ്പുലർ ബിലീഫ്സ്, പൊതുവെയുള്ള വിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്നയാളെ ഐക്കോണോക്ലാസ്റ്റ് അല്ലെങ്കിൽ വിഗ്രഹഭജ്ഞകൻ. ഓക്കെ, എല്ലാ അതുവരെയുള്ള ആ ഒരു നോംസും റൂൾസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നയാൾ ഐക്കോണോക്ലാസ്റ്റ്. ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹം. ആ വിഗ്രഹത്തെ ഒരാൾ തല്ലി ഉടയ്ക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുവരെയുള്ള ഈ അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനത്തെ മനസ്സുള്ള ആളാണ് ഐക്കോണോക്ലാസ്റ്റ്. ഇൻകേപ്പബിൾ ഓഫ് ബീങ് കറക്റ്റഡ്, തെറ്റ് തിരുത്താൻ കഴിയാത്ത. ചില ആളുകളെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല, ഇൻകൊറിജിബിൾ ആയിരിക്കും. അതിനെ ഇൻകൊറിജിബിൾ എന്ന് പറയും. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു വേർഡാണ് ഇൻകൊറിജിബിൾ. നെക്സ്റ്റ് വേർഡ് ഈസ് ഒക്യുലിസ്റ്റ് ആൻഡ് ഒഫ്താൽമോളജിസ്റ്റ്. രണ്ടും കണ്ണ് പരിശോധിക്കുന്ന ചികിത്സകനാണ്, ഡോക്ടറാണ് ഒക്യുലിസ്റ്റും ഒഫ്താൽമോളജിസ്റ്റും. അതിൽ ഒഫ്താൽമോളജിസ്റ്റ് സംതിങ് മെഡിക്കൽ ടേമാണ്. മെഡിക്കൽ അത് കൃത്യമായിട്ടും MBBSും MDയും ഒക്കെയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഡോക്ടറൈസിനെയാണ് ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുക. ഒക്യുലിസ്റ്റ് അങ്ങനെയല്ല, അത് കണ്ണ് പരിശോധിക്കുന്ന ആരും കണ്ണിൻ്റെ ചികിത്സ നൽകുന്ന ഏത്, അതിപ്പോൾ MD ഉണ്ടാവണം അല്ലെങ്കിൽ മെഡിക്കലി ഹൈലി ക്വാളിഫൈഡ് ആണെന്നില്ല, ഒക്യുലിസ്റ്റ് ആണ്. പക്ഷെ ബോത്ത് പീപ്പിൾസ് ദേ ആർ ഡൂയിങ് ദ സെയിം തിങ്. ഓക്കെ, ഒക്യുലിസ്റ്റ് ആൻഡ് ഒഫ്താൽമോളജിസ്റ്റ് മറക്കരുത്. ഇനി അപ്രൻറ്റിസ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ എന്നാണ് അർത്ഥം. ശിഷ്യൻ, എ പേഴ്സൺ ഹു ഇസ് ലേണിംഗ് എ ട്രേഡ് എ പ്രൊഫഷൻ ആൻഡ് ദ ഗൈഡൻസ് ഓഫ് ദ സ്കിൽഡ് പ്രാക്ടീഷണർ ഓഫ് മെൻറ്റർ. ഒരു പ്രാക്ടീഷണറുടെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ ഇരുന്ന് ഒരു കാര്യത്തെ എന്തെങ്കിലും ഒരു തൊഴിലോ എന്തെങ്കിലും പഠിക്കുന്ന ആളാണ്, ശിഷ്യനാണ് അപ്രൻറ്റിസ്. ഷോഫർ എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. ഡ്രൈവർ, എ പ്രൊഫഷണൽ ഡ്രൈവർ എംപ്ലോയ് ടു ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സ് ടിപ്പിക്കലി ഇൻ ലക്ഷറി വെഹിക്കിൾസ് ഓർ പ്രൈവറ്റ് കാർ. ഈ പ്രൈവറ്റ് കാറിലൊക്കെ ലക്ഷറി വെഹിക്കിൾസൊക്കെ ഡ്രൈവേഴ്സായിട്ട് പോകുന്ന ആളുകളെ പൊതുവെ വിദേശത്തൊക്കെ കാർ ഡ്രൈവർമാരെ ഷോഫേഴ്സ് എന്നാണ് വിളിക്കുക. ഷോഫർ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, CHAUFFER, ഷോഫർ. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് നോട്ട് ബീങ് മാരീഡ്. വിവാഹം കഴിക്കാത്ത അവസ്ഥ ഈ സെലിബസി. വിവാഹം കഴിക്കാതെ നിൽക്കുന്ന അവസ്ഥ സെലിബസി. നെക്സ്റ്റ്, എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് വുമൺ. സ്ത്രീകളെ വെറുക്കുന്നയാൾ, മിസോഗൈനിസ്റ്റ്. ഈ മിസോ എന്ന് പറയുന്നത് എപ്പോഴും വെറുപ്പുമായി ബന്ധപ്പെട്ടതാണ്. മിസോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈനക്കോളജി, ഗൈന അല്ലേ, അത് നിങ്ങൾക്കറിയാം, സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗൈനിസ്റ്റ്, മിസോഗൈനിസ്റ്റ്, സ്ത്രീകളെ വെറുക്കുന്നയാൾ. എന്നാൽ പോസിറ്റീവായിട്ടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് ഫിലോയാണ്. ഫിലോഗൈനിസ്റ്റ്, ഫിലോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, എ പേഴ്സൺ ഹു ലൈക്സ് ആൻഡ് അഡ്മയർസ് വുമൺ. സ്ത്രീകൾ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഫിലോജിനിസ്റ്റ്. ഓക്കെ, ആദം, എ പേഴ്സൺ ഹു ഹേറ്റ്സ് വുമൺ. മിസോജിനിസ്റ്റ്. എ പേഴ്സൺ ഹു ലൈക്സ് ടു അഡ്മയർ വുമൺ. ഫിലോജിനിസ്റ്റ്. ഓക്കെ, എന്നാൽ വേറെ ഒരു വേർഡ് ഉണ്ട്. ഗൈന എന്ന് പറഞ്ഞ പെണ്ണാണ്, സ്ത്രീയാണ്. ഗൈനഫൈൽ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ എനി ജെൻഡർ ഹു ലവ്സ് വുമൺ ഹു ഇസ് സെക്ഷലി അട്രാക്റ്റഡ് വുമൺ. സ്ത്രീകളെ എന്താ പറയുക, അത് വേറെ രൂപത്തിൽ പറയാം, മോശമായിട്ട്, അതൊരു പോസിറ്റീവ് വേർഡല്ല,
സ്ത്രീലമ്പടൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകളെ ഭയങ്കര താല്പര്യമാണ്, സ്ത്രീകളോട് താല്പര്യം കൂടുതലുള്ള ആളുകൾ. അത് പോസിറ്റീവായ അർത്ഥത്തിൽ. നേരത്തെ ഫിലോജനിസ്റ്റ് മീൻസ് വൺ ഹു ലൈക്സ് ഓർ അഡ്മയർസ് വുമൺ, ദറ്റ് ഈസ് എ പോസിറ്റീവ് വേർഡ്. ബട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ആംഗിൾ വേർഡാണ് ഗൈനഫൈൽ. ഗൈനഫൈൽ. ഓക്കെ. ഇനി എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് മെൻ, ആണുങ്ങളെ വെറുക്കുന്നയാൾ. നമുക്കൊരു ആൻഡ്രോ എന്ന് പറഞ്ഞാലാണ് പുരുഷൻ. അപ്പോൾ മിസ് ആൻഡ്രിസ്റ്റ്, one who hates men. Okay, Adam, one who hates men? Misandrist. Okay, Bhavya, a person who hates women. Misogynist. A person who likes and admires women. Philogynist. A person of any gender who loves women or who is sexually attracted to women. Gynophile. A person who hates men who hates men, പുരുഷന്മാരെ. Misandrist. Good. ഇനി അടുത്തത് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, മദ്യം കഴിക്കാത്ത വ്യക്തി, മദ്യവിരോധിക്ക് ടീ ടോട്ടലർ. അത് ഓർക്കാൻ എളുപ്പമാണ്. മൂപ്പര് ഫുൾ ടൈം ടീ മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, മദ്യം കുടിക്കൂല. അപ്പോൾ ടീ ടോട്ടലർ. നെക്സ്റ്റ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടോംസ്റ്റോൺ, എപ്പിതാഫ്. ഈ ആളുകളെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ശവകുടീരം ഉണ്ടാവില്ലേ, ശവകുടീരത്തിൻ്റെ അടുത്തുണ്ടാവുന്ന കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, അതാണ് ഈ ടോം സ്റ്റോൺ എന്ന് പറഞ്ഞത്. ഇതാണ് ഈ ടോം സ്റ്റോണിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതിയാണ്, ഇൻസ്ക്രിപ്ഷനാണ് എപ്പിതാഫ്. അവിടെ എഴുതിയുള്ള ചരമക്കുറിപ്പ്. പിന്നെ ആബറിജിൻസ് എന്ന് പറഞ്ഞാൽ ആദിമ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളായിട്ടുള്ള ആൾ. എ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ദി പീപ്പിൾ ഹു ആർ ദ ഒറിജിനൽ പീപ്പിൾ ലിവിങ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഒറിജിനൽ ആയിട്ടുള്ള, അവിടുത്തെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള, അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആബറിജിൻസ്. അപ്പോൾ ആദിവാസി എന്ന് എഴുതാം. ആബറിജിൻ, ആദിവാസി, ആദിമ നിവാസികൾ. ഇനി അടുത്ത വേർഡ് എന്ന് പറയുന്നത് എപ്പിലോഗാണ്. കൺക്ലൂഡിങ് സെക്ഷൻ ഓഫ് എ സ്പീച്ച് ദറ്റ് പ്രൊവൈഡ്സ് ക്ലോഷർ ടു ലിറ്റററി വർക്ക്. ഒരു ലിറ്റററി വർക്കിന്റെ കൺക്ലൂഡിങ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ കൺക്ലൂഡിങ് സ്പീച്ച് ആണ് എപ്പിലോഗ്. നെക്സ്റ്റ് വേർഡ് ഈസ് മിസ്ക്രിയന്റ്. മിസ്ക്രിയന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഇല്ലീഗൽ. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന തെമ്മാടികൾക്കാണ് ഇംഗ്ലീഷിൽ മിസ്ക്രിയന്റ് എന്ന് പറയുക. അല്ലെങ്കിൽ തെമ്മാടി, സാമൂഹ്യ ദ്രോഹി. That is miscreant. Someone who doubts or questions commonly accepted beliefs. വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നയാൾ സ്കെപ്റ്റിക്. അത് രണ്ട് സ്പെല്ലിംഗ് ഉണ്ട്, SKEPTIC സ്കെപ്റ്റിക് ഉണ്ട്, SCയും ഉണ്ട്. രണ്ടും ശരിയാണ്. നമ്മൾ നേരത്തെ ഐക്കോണോക്ലാസ്റ്റ് എന്നൊരു വേർഡ് പഠിച്ചിരുന്നു, വിഗ്രഹപജ്ഞകൻ. ഐക്കോണോക്ലാസ്റ്റ് എന്താണ്? ഇതുപോലെയുള്ള സംഗതികളെ ചോദ്യം ചെയ്യുന്ന ഒരു ആളാണ്. ഇവിടെ വിശ്വാസത്തെ സംശയത്തോടുകൂടി ചോദ്യം ചെയ്യുന്ന അപ്പുറം ഡൗട്ട്, വിശ്വാസത്തിൽ സംശയമുള്ള വ്യക്തിയാണ് സ്കെപ്റ്റിക്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ഭവ്യ, ചോദ്യം 1, വേർഡ്സ് റിട്ടൺ ഓൺ ദ ടോം ഓഫ് എ പേഴ്സൺ. എപ്പിതാഫ് അല്ലേ? ഗുഡ്. ഓപ്ഷൻ ഡി. അടുത്തത് വേഗം പറഞ്ഞോളൂ. 17. എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡ്രൈവ് എ പ്രൈവറ്റ് ഓർ ഹയേർഡ് കാർ. കാർ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് എന്ത് പറയും? ഷോഫർ. ഓപ്ഷൻ ബി. CHAUFFEUR. നെക്സ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം എ പേഴ്സൺ ഹു ഡൗട്ട് സംശയിക്കുന്ന, സംശയവാദി, അജ്ഞേയതാവാദി, സ്കെപ്റ്റിക്. ഓപ്ഷൻ ബി. What do you call a person who never drinks alcohol? Teetotaler. കള്ളുടിക്കാത്ത ആൾക്കാർ. Choose one word substitute for a person who undergoes training in any trade or occupation. ട്രെയിനിങ്ങിന് നിൽക്കുന്നയാള്, ശിഷ്യൻ. Apprentice.
Apprentice, an apprentice. Okay, thank you. Next, Adam. I dash means to examine one's own thoughts and feelings. Sir, option B, introspection. Introspection, ആത്മവിമർശനം. 22, he said his job is to attend to the disease of the eye. Give one word substitute to underline the words. Sir, option A, ophthalmologist. Ophthalmologist, അല്ലേ? ആണത് ആ ചികിത്സ ചെയ്യുന്ന ആള്. വെരി ഗുഡ്. അടുത്തത്, John is person who hates woman. Hates woman. None of this. ഏതാ? None of the above. കാരണം എന്താ? വേർഡ് ഉത്തരം എന്താ? Person who hates woman. Misogynist. അതില് അടുത്തത്, സർ ഗൈനഫൈലി വേണമെങ്കിൽ വന്നൂടെ? ഗൈനഫൈൽ അത് തിരിച്ചല്ലേ? വൺ ഹൂ ലവ്സ് ആണ്. ശരി ശരി, ഓക്കെ സർ. മനസ്സിലായി. മോശമായ രീതിയിൽ സ്നേഹങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗൈനഫൈൽ. ഓക്കെ. എന്താ മിസാൻഡ്രിസ്റ്റ്? Misandrist hates. ഇവിടെ ഫിലോ ഗൈനിസ്റ്റ് അല്ലേ? അതെന്താ? അതും ഇഷ്ടപ്പെടലാണ്. ഫിലോ. മിസാൻഡ്രിസ്റ്റ് എന്താ? ഹെയ്റ്റ് മെന്നാണ്. മനസ്സിലായില്ലേ? അവിടെ ഉത്തരം ഉണ്ടോ? ഇല്ല. മിസോ ഗൈനിസ്റ്റ് ആണ് വേണ്ടത്. അടുത്തത് ആദം. Sir, identify one word for concluding part of literary work. Concluding part of literary work. Epilogue. Option B. Epilogue. Okay, thank you. Next, Bhavya. The original inhabitant of a place. Aborigines. B. Aborigine. Aborigine. One who breaks images used in religious worship. Iconoclast. One word for the state of being unmarried. Celibacy. B. Brahmacharya. Good. Okay, thank you, Adam. A qualified medical doctor who specializes in the treatment of disease of the eye. Optometrist. Oculist. Optometrist എന്ന് പറയുന്നത് സംതിങ് സ്പെക്സ് ഒക്കെ കൊടുക്കുന്ന ആളല്ലേ? അതാണ് സംഭവം കേട്ടോ. ഒക്യുലിസ്റ്റ് ആണ് ചികിത്സ നടത്തുന്ന ആള്. വേറൊരു വേർഡ് കൂടി ഉണ്ടല്ലോ, ഒഫ്താൽമോളജിസ്റ്റ് അല്ലേ? ഓക്കെ ആദം. 29 പറഞ്ഞ ആദം. A person who has done something wrong, unlawful. Option D, miscreant. തമ്മാടി, സാമൂഹ്യ വിരോധി. 30ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Incapable of being corrected. Incapable of being corrected. Sir, option C ആണ് incredulous. എന്താണ് ഭവ്യ? Incorrigible. അങ്ങനെ ഇൻകോറിജിബിൾ എന്നതിന്റെ അർത്ഥം എന്താ? Incapable of being corrected. അതായത് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ, തിരുത്താനൊക്കെ. യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് പഠിക്കാം.